ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഏത് അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്, എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കണം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്, ഒരു വാക്ക് തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ വലിയ രീതിയിൽ അങ്ങോട്ട് പോകുന്നില്ല. ഈ വ്യക്തിയുമായിട്ട് പിണങ്ങി നിൽക്കുക. നിങ്ങൾ വലിയ ഒരു മുഖം തിരിച്ച് നിൽക്കുന്നത് പോലെ. ഈ വ്യക്തിയാണെങ്കിൽ ഇങ്ങോട്ടും വരുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഫോൺ വിളിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയക്കട്ടെ, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഉള്ളൂ. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ വാശിയാണ്, പരസ്പരം വാശിയിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയാണെങ്കിൽ നല്ല ദേഷ്യത്തിലുമാണ്. അങ്ങനെ വിട്ടുകൊടുക്കാത്ത കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി. അങ്ങ് നിങ്ങൾക്ക് ഒന്നും വിട്ടു തരാത്തൊരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയാണെങ്കിൽ എല്ലാം എന്താ പറയുക, നിങ്ങൾ അങ്ങോട്ട് പോയാൽ നിങ്ങളടുത്തേക്ക് സംസാരിക്കാനോ ഈ വ്യക്തി റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം, എന്നാൽ മാത്രം. പക്ഷെ എന്ന് വെച്ച് പേഴ്സണൽ റീഡിങ് എടുക്കാതെ ഒന്നും നിങ്ങൾ അങ്ങോട്ട് ചെല്ലരുത്. പക്ഷെ നമുക്കിത് ജനറലാണ്, അപ്പോൾ പിന്നെ ഇങ്ങനെ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റിസ് കാർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി ഇപ്പോൾ ഒരു ജസ്റ്റിസിന് വേണ്ടി കാത്തിരിക്കുക. ഒരു നീതി വേണം ഈ വ്യക്തിക്ക്. അതായത് അവർക്ക് നിങ്ങളുടെ കണക്ഷന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ ഇപ്പോൾ എന്താ പറയുക, ഈ കണക്ഷൻ മുന്നോട്ട് അവർക്ക് കൊണ്ടുപോകണം. അങ്ങനെ അവസാനിപ്പിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല, നിങ്ങളുടെ വ്യക്തി തയ്യാറല്ല. നിങ്ങളുടെ കണക്ഷൻ അവസാനിപ്പിക്കില്ല, അല്ലെങ്കിൽ ഇതിനൊരു നീതി കിട്ടും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ അത്രത്തോളം ഈ വ്യക്തിയുടെ കാര്യത്തിൽ ജെന്യൂനാണെന്ന് ഈ വ്യക്തിക്ക് അറിയാം. അപ്പം നിങ്ങൾക്ക് തന്നെ നീതി തരണം എന്നവർ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളോടൊപ്പം ജീവിക്കാനാണ് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ ആ വ്യക്തിക്ക് ഒരിക്കലാവില്ല. ആ സ്നേഹം കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കാൻ ആ വ്യക്തിക്കാവില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ ജസ്റ്റിസ് കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫാമിലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും ഇപ്പം നിങ്ങൾ വഴക്കുകൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം ഈ ബന്ധത്തിന് വേണ്ടി ഇപ്പോൾ ചില സിറ്റുവേഷനിൽ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും ഈ വ്യക്തിയെ. അപ്പോൾ ഈ വ്യക്തി ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുകൊടുക്കാനും സാധിക്കുന്നില്ല. ഈ വ്യക്തിക്ക് തിരിച്ച് നിങ്ങളെ കിട്ടണം, അതാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു നീതി കിട്ടണം. ഈ സ്നേഹബന്ധത്തിൽ ആ വ്യക്തി ഇപ്പോൾ ശരിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു നീതിക്ക് വേണ്ടി. നിങ്ങൾ നഷ്ടപ്പെട്ടതിൽ ആ വ്യക്തി ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ കണക്ഷൻ അത്രത്തോളം നല്ലൊരു നിലയിലേക്ക് പോയൊരു കണക്ഷനാണ്. അത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. എന്തോ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയത്. അതിനുശേഷം നിങ്ങൾ തീർത്തും നഷ്ടപ്പെട്ടൊരവസ്ഥയിലൂടെ ആയിരിക്കാം ഈ വ്യക്തി കടന്നു പോകുന്നത്. പക്ഷേ അത് ഈ വ്യക്തിയെ വല്ലാതെ തളർത്തി കളഞ്ഞിരിക്കുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളുടെ വ്യക്തി തളർന്നു പോയിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തിരിച്ച് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം. ഇപ്പം നിങ്ങൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇങ്ങോട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്. ഒരു കോളോ മെസ്സേജോ ലഭിക്കുന്നതായിരിക്കും. എങ്ങനെയായാലും ഈ വ്യക്തി ഇപ്പോൾ മിണ്ടാതിരിക്കാൻ ഇല്ല. അതായത് മിണ്ടാണ്ടിരുന്നാൽ അവിടെ തന്നെ ആവും എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട്.
അല്ലെങ്കിൽ മാസങ്ങളോളം ഈ കണക്ഷൻ ഇങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് ഇതിനൊരു ആക്ഷൻ വേണമെന്നാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒട്ടും താല്പര്യമില്ല. കാരണം ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ല പോലെ ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തി. നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ചിന്ത കൂടിയതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ. നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ ആ നിമിഷം തൊട്ട് ഈ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഒരു ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക ആ വ്യക്തി. മനസ്സിലിങ്ങനെ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നുണ്ട് നിങ്ങളെ. ആ ഒരു ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോവോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ കളഞ്ഞിട്ട് പോവോ, വേറൊരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവോ, അല്ലെങ്കിൽ ഇവരെ വേണ്ടാന്ന് വെക്കുമോ, ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇവരെ ഒഴിവാക്കുമോ എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട് ഇപ്പോൾ. അതാണിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും അത് തന്നെയാണ്, ചിന്തിക്കുന്നതും അത് തന്നെ. നിങ്ങൾ നഷ്ടപ്പെടുമോ, നിങ്ങൾ അവരെ ഒഴിവാക്കി കളയോ എന്നൊക്കെയുള്ളൊരു പേടി വന്നിട്ടുണ്ട് വ്യക്തിക്ക്. ഒരു സമയത്ത് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയ വ്യക്തിയാണ്. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്, വഴക്ക് കൂടിയിട്ടാണ് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് വന്നത്. അത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമായിരിക്കാം ചിലപ്പോൾ. ഈ വ്യക്തി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നേരെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു സമയത്ത് ഈ വ്യക്തിയുടെ കാര്യം നോക്കി പോയിട്ടുണ്ടാവാം. ഈ വ്യക്തി നിങ്ങളുടെ കാളും ഇമ്പോർട്ടൻസ് വേറെ ഈ വ്യക്തിക്ക് തന്നെ അവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ടാവാം. അവരെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ വരാൻ കാരണം. ഇപ്പോൾ ആ നോ കോണ്ടാക്റ്റ് വന്ന ശേഷം മാസങ്ങളോളം നിങ്ങളിപ്പോൾ ഫോൺ വിളിക്കാണ്ടോ അങ്ങനെയൊക്കെ, നിങ്ങളും വാശി ഒട്ടും അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ. അതാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഭയം ഉള്ളിൽ, നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ളത് ഓർത്ത്. കാരണം നിങ്ങളങ്ങനെ വിട്ടുകൊടുക്കാത്ത ആൾക്കാരാണെന്ന് ഈ ആദ്യം കിട്ടിയ കാർഡ്സിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവർ തിരിച്ച് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ്. കുറച്ചൊരു യങ്ങായിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി. ആര് കണ്ടാലും ഒന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. നിങ്ങളുടെ വ്യക്തിയെ ഇങ്ങനെ ഒന്ന് നോക്കി പോകും ആര് കണ്ടാലും. ആ ഒരു എനർജിക്കുള്ള ഒരു എടുത്തുചാട്ടം കുറച്ച് കൂടുതലുള്ള വ്യക്തിയായിരിക്കാം. കുറച്ച് ദേഷ്യം, ഈഗോ എല്ലാം ഉണ്ടാവാം. കുറച്ചൊക്കെ എല്ലാം കൊണ്ടും എന്താ പറയുക, മറ്റുള്ളവരെ കൂടുതൽ എന്താ പറയുക, നിങ്ങളുടെ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലിരിപ്പ് കുറച്ച് ശരിയല്ലാതെ കാരണം നിങ്ങൾ തമ്മിൽ കുറേ നാളുകളായിട്ട് വഴക്കിനൊക്കെ സാധ്യത ഉണ്ടായിട്ടുണ്ടാവാം. ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടുന്ന സ്വഭാവക്കാരായിരിക്കാം നിങ്ങൾ തമ്മിൽ. ആ ഒരു സ്വഭാവത്തിൻ്റെ പേരിൽ അവസാനം നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് കാണും. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ ഒഴിവായത്. അപ്പോൾ തൊട്ട് അവരും ഒട്ടും വാശിക്കാരാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ആളും നിങ്ങളുടെ വ്യക്തിയും ഭയങ്കരമായിട്ട് വാശി തന്നെയാണ്. നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ മാത്രമേ ഇങ്ങോട്ട് വരൂ എന്നുള്ള വാശിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. അതായത് ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജി, കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഇപ്പോൾ അവരുടെ വാശിയൊക്കെ മാറ്റി വെച്ചിട്ട് അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണം എന്നുള്ള അത്രയും മനസ്സിൽ അത്രയും ഒരു ഇതാണ്, ആകാംക്ഷയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം, ഓടി എത്തണം എന്നുള്ള ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. ഈ ഹൈ പ്രഷ്യസ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമായിരിക്കാം നിങ്ങൾക്കിടയിൽ. ഇവരെന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കുന്നുണ്ടാവാം, പലതും മറച്ചു വെക്കുന്നുണ്ടാവാം ഇവർ നേരെ. അതാണ് നിങ്ങൾക്കിടയിൽ ഒരു വഴക്കിൻ്റെ ഒരു പ്രശ്നം വന്നത്. നിങ്ങൾ ഇവരുടെ അടുത്ത് ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ടാവുക. പലതിനും നിങ്ങൾ ക്ലാരിറ്റി ചോദിക്കുന്ന സമയത്ത് ഇവരൊന്നും പറയുന്നുണ്ടാവില്ല, വിട്ടു തരുന്നുണ്ടാവില്ല. അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ കണക്ഷൻ വലിയൊരു പ്രശ്നത്തിലേക്ക് അവസാനിച്ചിട്ടുണ്ടാവാം. പിന്നീട് ക്ലാരിറ്റി തരാത്തത് കാരണം നിങ്ങൾ ഒഴിഞ്ഞതായിരിക്കാം, നിങ്ങൾ വലിയ രീതിയിൽ മുഖം കൊടുക്കുന്നുണ്ടാവില്ല. അപ്പം അതൊക്കെയാണ് ഇതിന് കാരണം എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
ചില സാഹചര്യത്തിൽ ഈ വ്യക്തിയും നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. അവരെ കാര്യം നോക്കി പോയത്. അതായത് 5 ഓഫ് ഷോർട്സിൻ്റെ എനർജി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം. ഒരു സമയത്ത് അവരെ കാര്യത്തിന് പോയിട്ട് അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയ വ്യക്തിയായിരിക്കാം. പിന്നീട് അവർ നിങ്ങളെ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് വലിയൊരു ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കും വാശി കയറിയിട്ടുണ്ടാവാം. നിങ്ങളും വലിയൊരു എന്താ പറയുക വാശിക്കാരാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളും അങ്ങോട്ട് വലിയ രീതിയിൽ ചെല്ലുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ അവർ ബ്ലോക്കെല്ലാം മാറ്റിയിട്ടുണ്ട്. ആ ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതുവരെ ഉള്ള ഒരു വ്യക്തിയല്ല. അവരുടെ സ്വഭാവത്തിലെല്ലാം ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതുവരെയുള്ള ഒരു സ്വഭാവ രീതിയിൽ ആ ഒരു പരസ്പരം ആ ഒരു സെപ്പറേഷൻ പീരീഡിലാണ് ഈ വ്യക്തി ശരിക്കും ഓരോ കാര്യങ്ങൾ അറിഞ്ഞു വന്ന സമയം തൊട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്ന് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ആ വ്യക്തി അത്രത്തോളം ഭയപ്പെടുന്നുണ്ട്. അവരേക്ക് നഷ്ടപ്പെടും. ഇനിയും അങ്ങോട്ട് ഇനിയും മുന്നോട്ട് പോയാൽ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് ആ വ്യക്തി പേടിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഈ വ്യക്തി തീർച്ചയായിട്ടും ഇവരെ ഒരു ആക്ഷനിലേക്ക് വരും. ഈ ഒരു കണക്ഷൻ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും. കാരണം പഴയതൊക്കെ അവർ ഉപേക്ഷിക്കും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ആ പ്രശ്നം ആ ഒരു നിങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്തോ ഒരു വാക്ക് അതെന്തോ അവരുടെ ഒരു നിങ്ങൾ തമ്മിൽ സംസാര രീതിയിൽ തന്നെ എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ തന്നെ ചില വാക്കുകൾ നിങ്ങൾക്ക് വല്ലാതെ മൂർച്ചയേറിയ വാക്കുകൾ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വല്ലാണ്ട് അങ്ങോട്ട് തളർത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തോ ഒരു വാക്ക് നിങ്ങൾക്കത് വലിയ രീതിയിൽ അത് വലിയ ഒരു ആഘാതം നിങ്ങൾക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് നിങ്ങൾ കൂടുതൽ അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നത്. അത് നിങ്ങൾ അങ്ങേയറ്റം വേദനിപ്പിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ ഏതോ ഒരു വാക്ക് അത് അവരത് പറഞ്ഞപ്പോൾ തൊട്ട് നിങ്ങൾക്കത് മനസ്സിനത് വല്ലാണ്ട് ഏറ്റിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിന്. അതായിരിക്കാം ഇതൊരു വലിയൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോയതും വലിയൊരു സിറ്റുവേഷനിലേക്ക് പോയത്. ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം, നിങ്ങളുടെ ഇങ്ങനെ ചെയ്തൊന്നും ശരിയായില്ല, ഇതൊക്കെ അവസാനിപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം, എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം എന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് കേട്ടോ. അതായത് ഈ വ്യക്തി മാക്സിമം ഈ വ്യക്തിക്ക് ഒരു ഭയമുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനും. എങ്കിലും ഈ വ്യക്തി പ്രയത്നിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാർഡ്സിൽ കാണാൻ സാധിക്കുന്നത്. അതായത് 4 ഓഫ് വാൺസിൻ്റെ നിങ്ങളെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. നിങ്ങളും ഒത്തൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലി ഉള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ മാരേജ് വരെ കൊണ്ടെത്തിച്ച ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടേത്. ഈ കണക്ഷൻ മാരേജിലേക്കൊക്കെ എത്തിച്ച ഒരു കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ മാരേജ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ നിന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയായാലും ഈ ഒരു കണക്ഷൻ ഇനി അങ്ങോട്ടൊരു റീകൺസിലേഷനൊക്കെ പോസിബിൾ ആയിട്ട് വരും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് മുറിവേറ്റ ചില വാക്കുകൾ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടെങ്കിൽ അതിനൊരു തീരുമാനം വരും എന്നാണ് നമുക്ക് ഈ കാർഡ്സിൽ കാണാൻ സാധിക്കുന്നത്. ഒരു യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടലൊക്കെ ഉണ്ട് ഈ ബന്ധത്തിന്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ശരിയായി വരും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് ക്ലൂസ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല, എങ്കിലും നമുക്ക് നോക്കാം. എം എന്ന് കിട്ടിയിട്ടുണ്ട്. കാർത്തിക, വയനാട്, അബ്രോഡ്, റെഡ് കളർ, ലെറ്റർ എൽ ആണ്, ലെറ്റർ ഇ ആണ്. 11 കാണുന്ന ആൾക്കാരെല്ലാണെങ്കിൽ നിങ്ങളുടെ റിയൂണിയനുള്ള സമയം ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ലെറ്റർ ഡി ആണ്. ഡി,
രോഹിണിയാണ് നക്ഷത്രം. ലെറ്റർ ജി ആണ്, ജി കേട്ടോ, ജി. ലെറ്റർ പി ആണ്. ലെറ്റർ യു ആണ്, യു. ലെറ്റർ അല്ല, നവംബർ മാസം. എഫ്, ലെറ്റർ എഫ് ആണ്. ലെറ്റർ എ ആണ്. റിയൂണിയൻ നടക്കും നിങ്ങൾ തമ്മിൽ. അശ്വതി, ലെറ്റർ എക്സ് ആണ്. ചതയം, ഡിസംബർ. ഉത്രട്ടാതി, സെപ്റ്റംബർ. ജൂൺ മാസം, ജൂലൈ. 17, 35, 14, 11, 48, 30, 49, 42 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്